ഹായ്, അപ്പാർട്ട്മെൻറ്റിലോ വീട്ടിലോ ഒരിക്കൽ ചെയ്ത ഇൻറ്റീരിയർ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കാൻ കഴിയുമോ? കഴിയും, നമുക്ക് നോക്കാം. റെൻ്റ് ഹൗസിലോ റെൻ്റ് അപ്പാർട്ട്മെൻറ്റിലോ താമസിക്കുന്നവർ ഇൻറ്റീരിയർ ചെയ്യാതിരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഭാവിയിൽ അവിടെ മാറുമ്പോൾ ഇൻറ്റീരിയർ ചെയ്ത എക്സ്പെൻസ് പാഴായി പോകുമല്ലോ എന്ന ചിന്തയിലാണ്. റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇൻറ്റീരിയർ ചെയ്താൽ ഭാവിയിൽ ഫ്ലാറ്റോ വീടോ വാങ്ങുമ്പോൾ ഈ ഇൻറ്റീരിയർ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ആ സമയത്ത് അത് വലിയൊരു കോസ്റ്റ് കട്ടിങ് ആയിരിക്കും. അതിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ബിൽറ്റ് ഇൻ ഫർണിച്ചർ ഒഴിവാക്കി പകരം മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പോർട്ടബിൾ ഫർണിച്ചറോ അല്ലെങ്കിൽ ഫ്രീ സ്റ്റാൻഡ് ഫർണിച്ചറോ ഉപയോഗിക്കുക. ഇത് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഒരു റൂമിൻ്റെ എല്ലാ ഭിത്തിയും ഡിസൈനബിലിറ്റി കൊണ്ടുവരാതെ ഏതെങ്കിലും ഒരു ഭിത്തി ആക്സിഡൻറ്റ് വാളാക്കി എടുത്ത് അവിടെ നമുക്ക് ടെക്സ്ചർ പെയിൻറ്റോ അല്ലെങ്കിൽ റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പാനലിങ്ങോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാനും പറ്റും. എന്നാൽ ആ ഏരിയ നമുക്കൊരു ആംബിയൻസ് നന്നായിട്ട് മാറ്റാനും പറ്റും. വീടിൻ്റെ ആംബിയൻസ് മാറ്റുന്നതിൽ ലൈറ്റുകൾക്ക് വലിയ പങ്കുണ്ട്. എന്നാൽ നിലവിലുള്ള വയറിങ് ചേഞ്ച് ചെയ്യാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഫ്ലോർ ലാമ്പ് അല്ലെങ്കിൽ സ്ട്രിങ് ലൈറ്റ് അല്ലെങ്കിൽ പെഡസ്റ്റൽ ലാമ്പ്. ഇതൊക്കെ ചൂസ് ചെയ്ത് നമുക്കൊരു ലക്ഷറി ഫീലിംഗ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. നിലവിലുള്ള ഫ്ലോറിങ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്കതിൽ കാർപ്പറ്റ് യൂസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് വിനീൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻറ്റീരിയറിൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ മാറ്റം വരുത്താൻ കഴിയുന്ന മറ്റൊരു കാര്യമാണ് ഇൻഡോർ പ്ലാന്റുകൾ സ്ഥാപിക്കുക എന്നുള്ളത്. അത് നമുക്ക് വീടിനുള്ളിലൊരു കൂളായിട്ടുള്ള ഒരു ആംബിയൻസ് തരും. നമ്മൾ വായു ശുദ്ധീകരണം നടക്കും ഇതിൽ. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് നിലവിലുള്ള ഫർണിച്ചർ റീയൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ പഴയ ഫർണിച്ചർ ഉണ്ടാവും, അതൊന്ന് ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഇൻറ്റീരിയർ ഭംഗി കൂട്ടാവുന്നതാണ്. ഇത് നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ പറ്റും. ഇത്തരം ചെറിയ കാര്യങ്ങളിലൂടെ നമ്മുടെ വീടോ ഫ്ലാറ്റോ വേറെ ലെവലാക്കാം. മാത്രമല്ല അത് ഭാവിയിലേക്കുള്ള അസറ്റാണ്.